नहीं है उसने देखेगा। ओके, नहीं है वो उधर कैमरा नहीं देखेगा। ओके, चल के आओ, वीडियो करके आओ। फिर ये पॉज एयरफोर्स नहीं आता, पहले एग्जिट आता, दोनों में आता है, लेकिन इधर वही मालूम ये बटन लगाएगा तो सुबह से आएगा। फिर हमको कभी मनता है तो कंटिन्यू करो बस। ओके, अभी रनिंग नहीं, अभी रनिंग है। रनिंग है। तुम रोड बड़ा रोड कुछ पॉज करो, कुछ देखा ना किधर है, ऐसा ऐसा देखो गाड़ी आने वाला। इधर अच्छा नहीं है, थोड़ा रोड मुश्किल नहीं, पॉज कर, थोड़ा रोड हो जाएगा। अभी मालूम है। तो कितना गरम है, नहीं, कुछ नहीं देखा। देखो ये पहाड़ का जैसा लगेगा, थोड़ा इधर चालू करो, ये सोचेगा ये थोड़ा पहाड़ है। उसके नीचे से जाएगा। हाँ, ये देखो थोड़ा, उनके इधर जूम नहीं है। हाँ, गाड़ी जाता है उधर से, 10 स्पीड में गाड़ी जाता है। अच्छा है। और बस भी निकलो। निकलो, ये नीचे अच्छा रोड मिलेगा अभी। और हम और से आता है, आगे अच्छा रोड आएगा। हाँ, वो गाड़ी, बस बस कर। मुश्किल नहीं, थोड़ा रोड बनता है तो पकड़ो, और क्या। തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സെൽഫ് അറ്റസ്റ്റേഷൻ കൂടാതെ തന്നെ കൗൺസിലർ ത്രൂ അത് അറ്റസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരുപാട് ആകുലതകൾക്കൊക്കെ ശേഷം പലർക്കും കൃത്യസമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ആദ്യ അവസരം എന്നുള്ള നിലയിൽ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നാം കാണുന്നത്. ആധുനികമായ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് പോലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഭാര്യയുമുണ്ട്. ഭാര്യ കണ്ണൂർ സൺമേക്കർ സ്കൂളിലാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും മക്കളുടെ ഒരാഴ്ചത്തെ സ്കൂൾ പോയെങ്കിലും വളരെയേറെ സന്തോഷത്തോടു കൂടി നാട്ടിലുള്ള ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ അനുഭവിച്ചറിയാൻ സാധിച്ചത് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഈ കണ്ണൂരിലൊക്കെ ധാരാളം പ്രവാസികൾ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തതെങ്കിലും കണ്ണൂരിലും ധാരാളം പേരുണ്ടായിരുന്നു. മറ്റ് സുഹൃത്തുക്കൾ, പ്രവാസി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയോ? അവരോടൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും സൗദിയിലുള്ള എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം 25 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാസികളും 8000-നടുത്ത ആളുകളും മാത്രമേ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ എത്തിയുള്ളൂ എന്നൊരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. നമുക്കറിയുന്നത് പോലെ വോട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് മേഖലകളിൽ ആണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇരു മുന്നണികളും അവരുടെ ഭൂരിപക്ഷം കൂടുമെന്നും ഭരണം വീണ്ടും തുടരുമെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴും സ്ത്രീ വോട്ടർമാരാണ് എല്ലാ മണ്ഡലങ്ങളിലും കൂടുതൽ കണ്ടത് എന്നതും
ഒരുപക്ഷെ പ്രവാസികൾ കൂടിയത് ആവാം അതിന് കാരണം ആയിട്ട് കാണുന്നത്. പക്ഷെ സ്ത്രീകൾ ഒരു പറ്റം പല 5 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട ക്യൂ ഫെസിലിറ്റികൾ അതല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരു ATM-ന്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ആ എമൗണ്ട് വളരെ സേഫായി നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. കാരണം ഇത്രയും രീതിയിൽ എമൗണ്ടോ കാര്യങ്ങളോ വിഡ്രോ ചെയ്യുമ്പോൾ അതിനൊരു പാസ്വേഡും ഒരു സെക്യൂരിറ്റി ഫോമും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ അതാത് നിയമസഭാ മണ്ഡലത്തിലുള്ള ഒരു ഇലക്ട്രോണിക് കാർഡിലൂടെ നമുക്ക് വളരെ സുതാര്യമായ രീതിയിൽ, എന്നാൽ ഇതിന്റെ സ്വകാര്യതയോ അല്ലെങ്കിൽ ഇതിന്റെ ജെന്യൂനിറ്റിയോ കളയാതെ തന്നെ ആദ്യപടി എന്നുള്ള നിലയിൽ നമ്മൾ നാട്ടിലുള്ളപ്പോൾ സ്വന്തം പാസ്പോർട്ടുമായി വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായി കണക്കാക്കാം. തീർച്ചയായും നേരം വളരെയധികം നന്ദിയുണ്ട് അഡ്വക്കേറ്റ് രാശി, ഇത്രയും സമയം നമ്മോട് സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അഡ്വക്കേറ്റ് രാശിക്കാണ്. അദ്ദേഹം നാട്ടിലാണ്, പ്രവാസിയാണ്. വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി നാട്ടിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തി അതിന്റെ ആവേശത്തിലുമാണ് അഡ്വക്കേറ്റ് രാശി. എന്തായാലും കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ആവേശത്തോടു കൂടി തന്നെ സമ്മതിദായകർ എന്ന് കണക്കാക്കി നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. മധ്യകാലത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി കൃഷിയിൽ നിന്നും അഭിലാഷി നായർ നൽകിയ മറ്റൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. മധ്യകാലത്തിലെ എല്ലാ ജില്ലകളിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സ്ലിപ്പുകൾ, അത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ പേരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുവാൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അത്തരത്തിലും ഒരു ചെറിയ 1-2% വർധനയ്ക്ക് ഒരുപക്ഷെ ഇതെല്ലാം കാരണമായിട്ടുണ്ടാകാം എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, മധ്യകേരളത്തിൽ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പും ഒരുപക്ഷെ വോട്ടർമാരെ കൂടുതൽ പേരെ ബൂത്തിലെത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് വേണം കരുതുവാൻ. പ്രത്യേകിച്ചും കണക്കുകൾ പരിശോധിക്കുമ്പോൾ പറവൂർ പോലെ എറണാകുളം ജില്ലയിൽ പറവൂർ, കുന്നത്തനാട്, പെരുമ്പാവൂർ, അങ്കമാലി ഇവയെല്ലാം 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ നിയോജകമണ്ഡലങ്ങളാണ്. ഇവിടെയെല്ലാം അതിശക്തമായ ഒപ്പം തന്നെ പതിവായി ഒരാൾ തന്നെ ജയിക്കുന്ന പ്രത്യേകിച്ചും UDF പതിവായി ജയിക്കുന്ന ഒരേ മുഖം തന്നെ പതിവായി മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ മധ്യകേരളത്തിൽ, ഇവയെല്ലാം ജില്ലാ ശരാശരിക്കും താഴെ ഇവിടെ പോളിംഗ് ശതമാനം പോയി എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എറണാകുളത്താണ്. എറണാകുളത്ത് മാത്രം ജില്ലാ ശരാശരിക്ക് താഴെ പോളിംഗ് ശതമാനം പോയി. അത് 67 മാത്രമേ ഉള്ളൂ. കോട്ടയം ജില്ലയിൽ സ്ഥിരമായി UDF മത്സരിക്കുന്ന 10 മുഖങ്ങൾ സ്ഥിരമായി മത്സരിക്കുന്ന കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി, പാല തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ ഇതെല്ലാം UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്, സ്ഥിരമായി UDF ജയിക്കുന്ന മണ്ഡലങ്ങൾ. ഇവിടെയെല്ലാം ജില്ലാ ശരാശരിക്കും താഴേക്ക് ആ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം പോയി. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലും സമാനമായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് രാഷ്ട്രീയ മുന്നണികളും കാണുന്നു. ഇത് ഒരുപക്ഷെ ഇത്തരം തങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഈ സ്ഥാനാർത്ഥികൾ ജയിക്കും എന്ന ഒരു തോന്നൽ വോട്ടർമാരിൽ ഉണ്ടാക്കിയത് കൊണ്ടാണോ, പതിവായി വോട്ട് ചെയ്യുന്നവർ കുറച്ചുപേർ മാറി നിന്നതാണോ, എന്താണ് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ആലപ്പുഴയിൽ തീർത്തും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും ചേർത്തലയിൽ, ഗൗരിയമ്മ മത്സരിക്കുന്ന ചേർത്തലയിൽ 83% ആളുകളാണ് വോട്ട് ചെയ്തത്. അവിടെ തീർത്തും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സ്വഭാവമുള്ള ഒരു ജില്ലയാണ്. അത്തരം ഒരു രാഷ്ട്രീയ പോരാട്ടം ആ ജില്ലയിൽ നടക്കുകയും ചെയ്തു. അത് പോളിംഗ് ശതമാനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ തൃശ്ശൂരും എറണാകുളത്തും ഇടുക്കിയിലും കോട്ടയത്തും പൊതുവെ സമാന സ്വഭാവത്തിലുള്ള ഒരു തരംഗം അല്ലെങ്കിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായിട്ട് ഈ 4 ജില്ലകളും ഒരേ സ്വഭാവത്തിൽ ഇത്തവണയും നീങ്ങിയത് വേണം കരുതുവാൻ. കൃത്യമായി പോളിംഗ് ശതമാനം നോക്കിയാൽ 2010 എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കിനി കുറച്ച് കോളേജിലേക്ക് പോകാൻ തോന്നുന്നു. ഖത്തറിൽ നിന്നുള്ള കോളറാണ്. ഹലോ, നമസ്കാരം. ആരാണത്? കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജകമണ്ഡലം ആരാണ്? ഷറഫുദ്ദീൻ. ഓക്കെ, ഷറഫുദ്ദീൻ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത്? പേരാവൂർ ആണല്ലേ? അനുകൂലമായ സാഹചര്യമാണ്. പോളിംഗ് ശതമാനം കൂടിയത് ആർക്ക് അനുകൂലമാകുമെന്നാണ് കരുതുന്നത്? UDFന്റെ പഞ്ചായത്തുകളാണ് കൂടുതലുള്ളത്. അത് ശരി. അപ്പൊ ഈ കണ്ണൂർ ജില്ല പൊതുവെ എങ്ങനെയാണ്? കണ്ണൂർ ജില്ല പൊതുവെ അരീക്കോട് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ലകളാണ്. തീർച്ചയായും പോളിംഗ് ശതമാനം നോക്കുമ്പോൾ UDF അനുകൂലമായ സാഹചര്യമാണുള്ളത്. കാരണം വെച്ചാൽ UDFന്റെ വോട്ടേഴ്സാണ് സാധാരണ ചെയ്യാൻ വേണ്ടി മടി കാണിക്കുന്നത്. ഇത്തവണ उधर अच्छा लगेगा और राउंड है ना.
നമസ്കാരം ശ്രീ നസീർ. ജനവിധി 2011 സ്വാഗതം. താങ്കൾ ഏത് ജില്ലക്കാരനാണ്? കണ്ണൂർ ജില്ല. നസീർ, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏത് മണ്ഡലമാണ് താങ്കളുടെ? കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് താങ്കൾ അല്ലേ? അതെ. കൂത്തുപറമ്പിൽ ആർക്കാണ്? INLന്റെ സയ്യിദ് അലവിക്കാണോ? സോഷ്യലിസ്റ്റ് ജനതയുടെ KP മോഹനാണോ? KP മോഹനാണ് വോട്ടല്ലേ? അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാണ് ഫലം? KP മോഹൻ ജയിക്കുമെന്നാണ് താങ്കളുടെ ഉറച്ച വിശ്വാസം അല്ലേ? ഓക്കെ. ഇവിടെ വളരെയധികം നന്ദിച്ചിട്ട് എന്തായാലും നമുക്ക് ഇന്ന് കൂത്തുപറമ്പാണെന്നുണ്ടെങ്കിൽ വോട്ട് KP മോഹൻ എന്നുള്ള രീതിയിലാണ് വോട്ട് വന്നത്. ആദ്യ വോട്ടുകളൊക്കെ അതെ. അടുത്ത കോളറിലേക്ക് കിടക്കാം. ഹലോ, നമസ്കാരം. ജനവിധി 2011 സ്വാഗതം. ആരാണ് എത്തിയിട്ടുള്ളത്? ആഷിം നാട്ടിലെവിടെയാണ്? നാട്ടിലെ പാലക്കാട് ജില്ലയില് താങ്കളുടെ ഒരു വിശ്വാസം അല്ലേ? പൊതുവെ സമാധാനപരമായിരുന്ന പോളിംഗ് ഒക്കെ തന്നെയും നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100% UDF ഭരണത്തിൽ വരുന്നതാണ് എന്റെ ഉറച്ച പ്രതീക്ഷ. താങ്കളുടെ പ്രതീക്ഷ. ഓക്കെ. ശരി. എന്തായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മടങ്ങിയത് brought to you by GPass Mobile. My pride, my personality. In association with പ്രവാസി സംഘടനകൾക്ക് സൗജന്യമായ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഇതാ ഒരു സുവർണാവസരം. www.endekerala.com. ഏഷ്യാനെറ്റ് റേഡിയോ പ്രതീകാത്മക തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട രീതി. JV എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് BJP. മറ്റുള്ളവർക്കെങ്കിൽ അതേഴ്സ് എന്നും രേഖപ്പെടുത്തി 6366 എന്ന നമ്പറിലേക്ക് SMS അയക്കുക. ഏഷ്യാനെറ്റ് റേഡിയോ പ്രതീകാത്മക തിരഞ്ഞെടുപ്പ്. You've heard about them. You've talked about them. But you never, ever expected them to become the talk of the town. Get ready for a new experience in mobile phones. GPass Mobile. Compact and stylish with dual SIM capacity. Loaded with features and applications. Pocket-friendly prices. Now showing at a store near you. GPass Mobile. My pride. My personality. വീട് വാങ്ങാൻ പദ്ധതിയൊക്കെ കാശ് ഉണ്ടെങ്കിൽ ആർക്കും കഴിയും. പക്ഷേ നല്ല ക്വാളിറ്റി വീട്ടുപകരണങ്ങൾ വാങ്ങി വെക്കണമെങ്കിൽ അറിവും ബുദ്ധിയും വേണം. അതല്ലേ നമ്മൾ LXIയുടെ പ്രോഡക്റ്റ് മാത്രം വാങ്ങിയത്. മോഡേൺ ടെക്നോളജി, സ്റ്റൈലിഷ്, വാല്യൂ ഫോർ മണി, പിന്നെ ലോങ് ലൈഫും കൂടാതെ 3 വർഷം വാറണ്ടിയും കേരളമാകെ സർവീസ് സെന്ററുകളും. അപ്പോൾ ഇതൊക്കെ ചേർന്നാൽ ഇലക്ട്രയുമായി സംതൃപ്തിയുമായി അല്ലേ? ഇലക്ട്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, മേക്കിംഗ് യു ഫീൽ അറ്റ് ഹോം. സാൻഫോർഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. മികവുറ്റ സാൻഫോർഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നിങ്ങളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഇണങ്ങുന്ന ആധുനികത. GCC, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിൽ കൂടുതൽ സമയം അവതരിപ്പിക്കുന്നു 545. ഇന്റർനാഷണൽ കോളുകളിൽ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ 5 മിനിറ്റിനും അടുത്ത 5 മിനിറ്റ് സൗജന്യം. അതായത് നിങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചാൽ നിങ്ങൾ